2024 യൂറോ കപ്പിലേക്ക് വരുമ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആൾക്കാർ തള്ളി പറഞ്ഞതായിരുന്നു. അതായത് ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത കളിക്കാരാണ്. അതായത് എക്സ്പീരിയൻസ് ഉള്ള കളിക്കാർ കുറച്ചേ ഉള്ളൂ, എക്സ്പീരിയൻസ് ഇല്ലാത്ത കളിക്കാരായതുകൊണ്ട് ഈ ടീം എവിടെ എത്താനായിട്ട് പോകുന്നില്ല എന്നുള്ളത്. ഇന്ന് ആദ്യത്തെ 2 മത്സരം വിജയിച്ച്, അതായത് മരണ ഗ്രൂപ്പിൽ ക്രൊയേഷ്യക്കും ഇറ്റലിക്കും എതിരെ ആദ്യത്തെ 2 മത്സരങ്ങളും വിജയിച്ചിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിട്ടുള്ള ഒരു ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ഈ സ്പെയിനിൻ്റെ മുൻനിര നയിക്കുന്നത് ഒരു 21 വയസ്സുകാരനും 16-കാരനുമാണ്. ലാമിൻ യമാലും അതുപോലെ തന്നെ നിക്കോ വില്യംസ് എന്ന് പറയുന്ന ആ ഒരു കളിക്കാരനും. അത്ലറ്റിക്കോ ബിൽബാവയിലൂടെയാണ് നിക്കോ വില്യംസ് വളർന്നു വരുന്നത്. മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ ലാമിൻ യമാലിനെ സംബന്ധിച്ചിടത്തോളം ബാർസലോണയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിന് തുടക്കം വെച്ച് കൊടുക്കുന്നത്. ഇരു പാർശ്വങ്ങളിലൂടെയും എതിരാളികളെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 യുവതാരങ്ങൾ എന്നൊക്കെ പറയാം. ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഇല്ലാത്ത കളിക്കാരാണ്, യുവതാരങ്ങളാണെന്നൊക്കെ പറഞ്ഞു തള്ളിയവരെ ഇന്നിവർക്ക് മുമ്പിൽ തല കുണിക്കേണ്ട ഒരു നിമിഷമാണ് വന്നിരിക്കുന്നത്.